കൊച്ചു കുട്ടികൾക്ക് ജാതി മതമൊന്നുമില്ല. കുട്ടികൾ കുട്ടികളാണ്. വിശക്കുന്ന കുട്ടികൾ ഏത് നാട്ടിലായാലും ഏത് ജാതിയായാലും ഏത് മതമായാലും എനിക്ക് ഒരുപോലെയാണ്. ഞാൻ അതേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് ഒരു പ്രത്യേക രാഷ്ട്രീയമൊന്നും അതിൻ്റെ പിന്നിലില്ല. വയസ്സായൊരു മുത്തശ്ശി അവരുടെ പിറന്നാൾ ദിനത്തിൽ ഊണ് കഴിക്കാനിരിക്കുമ്പോൾ ലോകത്ത് പട്ടിണി കിടക്കുന്ന കുഞ്ഞുങ്ങളെയല്ലാതെ വേറെ ആരെയാണ് ഓർക്കേണ്ടത്? പല നാട്ടിലും കുട്ടികൾ പട്ടിണി കിടക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അവർക്കവിടെ മതമില്ല, ജാതിയില്ല, അതിനു പിന്നിൽ രാഷ്ട്രീയവുമില്ല. എന്നാൽ സംഘപരിവാർ അതിൽ രാഷ്ട്രീയം കാണുന്നു. സത്യം വിളിച്ചു പറയുന്നവരെ സൈബർ ഇടങ്ങളിൽ ഉൾപ്പെടെ ആക്രമിക്കുന്നു. അത് സംഘപരിവാറിന്റെ കാലങ്ങളായുള്ള സ്വഭാവമാണ്. ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവർ പ്രതികരിക്കും. അത് സ്വാഭാവികമാണ്. കൊച്ചുകുട്ടികൾക്ക് ജാതിയും മതവും ഒന്നുമില്ല. അവർ കുട്ടികളാണ്. വിശക്കുന്ന കുട്ടികൾ ഏതു നാട്ടിലായാലും ഏതു ജാതിയായാലും ഏതു മതമായാലും എനിക്ക് ഒരുപോലെയാണ്. ഗാസയിൽ കുഞ്ഞുങ്ങൾ വിശന്നിരിക്കുമ്പോൾ എൻ്റെ തൊണ്ടയിൽ എങ്ങനെ ചോറിറങ്ങുമെന്നാണ് ലീലാവതി ടീച്ചർ പറഞ്ഞത്. ഇത്രയധികം സൈബർ അതിക്രമം നേരിട്ടിട്ടും അവർ പറഞ്ഞത് എതിർക്കുന്നവർ സ്വതന്ത്രമായി എതിർക്കട്ടെ, അവരോട് ശത്രുതയില്ല എന്നാണ്. എതിർപ്പുകൾ നേരിട്ട് തന്നെയാണ് തുടക്കം മുതലുള്ള ലീലാവതി ടീച്ചർ ജീവിതം. സംഘപരിവാർ ആക്രമണത്തിനു മുൻപിൽ പതറിപ്പോകുന്നയാളല്ല ടീച്ചർ. ഡോക്ടർ എം ലീലാവതി ആരാണെന്നോ അവർ മലയാള ഭാഷയ്ക്ക് നൽകിയ സംഭാവനയോ തിരിച്ചറിയാത്തവരാണ് അവർക്കെതിരെ സൈബർ ഇടങ്ങളിൽ ആക്രമണം നടത്തുന്നത് എന്ന് പറയാതെ വയ്യ. ഗാസയിൽ സംഭവിക്കുന്നത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമായി ചെറുതായി കാണേണ്ടതില്ല. ഗാസയിൽ 2023 ജൂലൈ മുതൽ ഇന്ന് വരെ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ എണ്ണം ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 20,000-ന് മുകളിലാണ്. വിശന്നു മരിച്ച കുട്ടികൾ 145 പോഷകാഹാരക്കുറവ് നേരിടുന്ന ലക്ഷക്കണക്കിന് കുട്ടികളുണ്ട്. ഈ കണക്കുകളൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും സംഘപരിവാറിന് ഒന്നും തോന്നുന്നില്ലെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല. മനുഷ്യരാശിയുടെ നൈതികതയ്ക്ക് നേരെയുള്ള കടന്നാക്രമണമാണിത്. ലീലാവതി ടീച്ചർക്ക് നേരെ നടക്കുന്ന അതിക്രമം അപലപനീയം തന്നെയാണ്. ലീലാവതി ടീച്ചറെ പോലെയുള്ളവരെ ആദരിക്കേണ്ടതും സംരക്ഷിക്കേണ്ടതും ഓരോ മലയാളിയുടെയും ഉത്തരവാദിത്തമാണ്. ഇങ്ങനെയുള്ള സംഘപരിവാർ സൈബർ ആക്രമണങ്ങൾക്കെതിരെ സാംസ്കാരിക കേരളം ശക്തമായ നിലപാടെടുക്കും. സംഘപരിവാറെ നിങ്ങൾ ഒന്നോർക്കുക. ലീലാവതി ടീച്ചറെ പോലെ സാംസ്കാരിക കേരളം ആദരിക്കുന്ന ഒരു വ്യക്തിത്വത്തെ അപമാനിക്കുന്നത് വഴി എത്ര തരം താഴ്ന്ന പ്രവൃത്തിയാണ് നിങ്ങൾ കാണിക്കുന്നതെന്ന് പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. വിമർശനമാകാം, അത് മാന്യമായി തുറന്നു പറയുകയും ചെയ്യാം. പക്ഷേ സംഘപരിവാർ ചെയ്യുന്ന ഈ വൃത്തികെട്ട അധിക്ഷേപങ്ങൾ ഒരു പരിഷ്കൃത സമൂഹത്തിന് അനുവദിക്കാൻ അതിനെ കേരളം ചെറുക്കുക തന്നെ ചെയ്യും. 2019 ഞാൻ ഓണത്തിന് വെറും കഞ്ഞി കുടിച്ചു. വേറെ ആരും ഉണ്ടായിരുന്നില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ അന്ന് വയനാട്ടിലെ കുട്ടികളുടെ പട്ടിണിയെ പറ്റി വാർത്ത ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ നാട്ടിലെ കുട്ടികളായാലും ശരി, വേറെ ഏത് നാട്ടിലെ കുട്ടികളായാലും ശരി, എൻ്റെ കണ്ണിലെ കുട്ടികൾ മാത്രമാണ്. എതിർക്കുന്നവർ സ്വതന്ത്രമായിട്ട് എതിർത്തോട്ടെ, എനിക്കൊരു വിരോധമില്ല. എത്രയോ എതിർപ്പുകളെ ഞാൻ നേരിട്ടിട്ടുണ്ട്. നടാടെയൊന്നും അല്ല, എതിർപ്പുകളെ നേരിട്ടുണ്ട്. എതിർപ്പുകളെ നേരിട്ടും കൊണ്ടാണ് തുടക്കം മുതൽ എൻ്റെ ജീവിതം. അതുകൊണ്ട് എതിർക്കുന്നവരോട് എനിക്ക് യാതൊരു ശത്രുതയില്ല.